ആയിഷ ബീവിയെ പ്രവാചകൻ വിവാഹം ചെയ്തിട്ടില്ല. ആയിഷ ബീവിയോടൊപ്പം റസൂലുള്ള ഭാര്യ ഭർത്താക്കന്മാരെന്ന അർത്ഥത്തിൽ ജീവിച്ചിട്ടേയില്ല. എന്റെ സംസാരം കേൾക്കുന്നുവെങ്കിൽ ഞാൻ CH മുസ്തഫയോട് ചോദിക്കുകയാണ്. എന്റെ ഒന്നാമത്തെ ചോദ്യം, മുസ്തഫയുടെ ഈ കണ്ടെത്തലുണ്ടല്ലോ, എന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയെ വിവാഹം ചെയ്തിട്ടില്ല, ആയിഷ റളിയല്ലാഹു അൻഹ അള്ളാന്റെ റസൂലിന്റെ ശിഷ്യയായിരുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. നിങ്ങളുടെ ഈ കണ്ടെത്തലിന്, ഈ വിചിത്രവാദത്തിന് എന്ത് രേഖയാണ് നിങ്ങൾക്കുള്ളത്? ആ രേഖ നിങ്ങൾ ഉദ്ധരിക്കണം. എന്റെ ഒന്നാമത്തെ ചോദ്യമാണ്. രണ്ടാമത്തെ എന്റെ ചോദ്യം, നിങ്ങൾ ഈ പറയുന്നത് പോലെ ആയിഷ റളിയല്ലാഹു അൻഹയെ അള്ളാഹുവിന്റെ റസൂൽ വിവാഹം ചെയ്തിട്ടില്ല എന്ന നിങ്ങളുടെ ഈ വിചിത്രവാദത്തിന് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതന്റെ, എന്റെ ചോദ്യം ശരിക്കും ശ്രദ്ധിക്കണം, മുസ്ലിം ലോകത്തെ ഏതെങ്കിലും ഒരു ആധികാരികമായ പണ്ഡിതന്റെ ഹദീസ് ഗ്രന്ഥമോ അദ്ദേഹത്തിന്റെ തഫ്സീറോ അതല്ലെങ്കിൽ ആ പണ്ഡിതന്റെ സീറയോ ചരിത്ര ഗ്രന്ഥത്തിൽ നിന്നോ നിങ്ങൾക്ക് തെളിവുദ്ധരിക്കാൻ സാധിക്കുമോ? രണ്ടാമത്തെ എന്റെ ചോദ്യമാണ്. മൂന്നാമതായി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇത്രയും കാലം മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരെല്ലാം നിരാക്ഷേപം അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തി വെച്ച കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പത്നിയാണ്, മുഅ്മിനീങ്ങളുടെ ഉമ്മയാണ് ആയിഷ റളിയല്ലാഹു അൻഹ എന്നത്. ഈ മുസ്ലിം പണ്ഡിതന്മാരെല്ലാം വഞ്ചകരും കളവ് പറയുന്നവരുമാണോ? ഈ CH മുസ്തഫ മാത്രമാണോ ഈ വിഷയത്തിൽ ഇതൊക്കെ കണ്ടെത്തിയത്? ഈ മുസ്ലിം പണ്ഡിതന്മാരെ നിങ്ങൾ അംഗീകരിക്കുമോ? ഇത്രയും കാലത്ത് മുസ്ലിം ലോകത്തെ പണ്ഡിതന്മാരൊക്കെ വഞ്ചകരാണോ? നിങ്ങൾ പറയണം. മൂന്നാമത്തെ എന്റെ ചോദ്യമാണ്. നാലാമത്തെ എന്റെ ചോദ്യം, നിങ്ങൾ പോയി ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിക്കുമ്പോൾ അതൊക്കെ കളവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹദീസുകളെ നിഷേധിക്കുന്നുണ്ടല്ലോ. നിങ്ങൾ നിഷേധിക്കുന്ന ഹദീസ് ഗ്രന്ഥങ്ങളുടെ ലിസ്റ്റ് ഏതൊക്കെയാണ് എന്ന് നിങ്ങൾ പറയണം. ആ ലിസ്റ്റ് നിങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കണം. എല്ലാ ഹദീസ് ഗ്രന്ഥങ്ങളും നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ? നിങ്ങൾ എന്താണ് അംഗീകരിക്കുക? അത് ഞങ്ങളോടൊന്ന് പറയൂ. ഇപ്പൊ ഞാൻ ചരിത്രത്തിൽ നിന്നും ഹദീസിൽ നിന്നും തഫ്സീറിൽ നിന്നും ഒക്കെ ഞാൻ തെളിവുദ്ധരിച്ചല്ലോ. നിങ്ങളുടെ പ്രമാണം എന്താണ്? നിങ്ങളുടെ രേഖ എന്താണ്? നിങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതനാരാണ്? നിങ്ങൾ ഈ പറയുന്നതിന്റെ തെളിവുകൾ എന്താണ്? അതല്ലാതെ തെളിവൊന്നുമില്ലാതെ നിങ്ങൾക്ക് തോന്നിയത് ഇങ്ങനെ പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അത് അംഗീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത്?